ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഏതാണെന്ന് അറിയാം. ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ അത് ജീവിതമാണ്. ജീവിതത്തോളം വലിയ ഒരത്ഭുതം ഈ ഭൂമിയിലില്ല, ഈ ലോകത്തില്ല, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലില്ല കേട്ടോ. കാരണം ഒരു സെക്കൻഡ് പോലും വേണ്ട, നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്, ഒരു സെക്കൻഡ് പോലും വേണ്ട ജീവിതം മാറി മറിയാൻ കേട്ടോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മളുടെ ചെറിയ നന്മകൾക്ക് പോലും എന്ത് കഴിയും, ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുമെന്നാണ്. ചെറിയൊരു നന്മ മതി ജീവിതത്തിൽ എന്ത് ചെയ്യാൻ, അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുമെന്നാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ ചെറിയ പിഴവുകൾ പോലും എന്ത് ചെയ്യും, ജീവിതത്തിൽ നമ്മളുടെ ചെറിയ പിഴവുകൾ പോലും എന്ത് ചെയ്യും, ജീവിതത്തെ പിന്നോട്ടടിക്കുമെന്നാണ്. അതിൻ്റെ ജീവിതം അതപ്പതിച്ചു പോകുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ജീവിതത്തിൽ പിഴവുകൾ ഉണ്ടാകാതെ, ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാകാതെ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്, ജീവിതം ഒരു ബിഗ് ഗെയിമാണ്, അല്ലെങ്കിൽ ജീവിതം എന്താണ്, ബിഗ് ഗെയിമാണ്. അപ്പം ഈ അതിൽ നമുക്ക് ജയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വിജയകരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എന്തുണ്ടാകും, ഒരുപാട് പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. ജീവിതം ഒരു ഗെയിമാണ്. അവിടെ എന്തുണ്ടാവും, ഒരുപാട് പ്രതിരോധങ്ങളും ഒക്കെ ഉണ്ടാവും. ഈ ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ നന്മയിലൂടെ അതിസമർത്ഥമായി വിജയിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ പ്രതിബന്ധങ്ങളെ അതിസമർത്ഥമായിട്ട് വിജയിച്ച് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ഒരു കാര്യം വീണ്ടും പറയുകയാണ്, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ നേരിടാൻ എപ്പോഴും എന്ത് ചെയ്യുക, നന്മയുടെ പാത മാത്രമേ തിരഞ്ഞെടുക്കുവാൻ പാടുള്ളൂ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തിന്മയുടെ മാർഗത്തിലൂടെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ജീവിതത്തിൽ ചെറിയ വിജയങ്ങൾ പോലും എന്ത് ചെയ്യാൻ പാടില്ല, സൃഷ്ടിക്കുവാൻ പാടില്ല. ചെറിയ വിജയങ്ങൾ പോലും തിന്മയുടെ മാർഗത്തിലൂടെ നമ്മൾ സൃഷ്ടിക്കുവാൻ പാടില്ല. കാരണം തിന്മയിലൂടെ നേടുന്ന വിജയങ്ങൾ എന്താണ്, തിന്മയിലൂടെ നേടുന്ന വിജയങ്ങൾക്ക് നീർക്കുമുളയുടെ ആയുസ് പോലും ഉണ്ടാകില്ലെന്നാണ്. അതുകൊണ്ട് ജീവിതത്തെ എപ്പോഴും നന്മയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഈ നന്മയിലൂടെയുള്ള വിജയങ്ങൾ എന്ത് ചെയ്യും, അത് ശാശ്വതമായിരിക്കും. അത് ജീവിതത്തിൽ ഉടനീളം നമ്മോടൊപ്പം ഉണ്ടാകുമെന്നാണ്. നന്മയിലൂടെ നേടുന്ന വിജയങ്ങൾക്ക് എന്തുണ്ടാവും, തിളക്കം ഏറുമെന്നാണ് കേട്ടോ. തിന്മയിലൂടെ നമ്മൾ ചെറിയ വിജയങ്ങൾ പോലും എന്ത് ചെയ്യാൻ പാടില്ല, സൃഷ്ടിക്കുവാൻ പാടില്ല, അല്ലെങ്കിൽ തിന്മയിലൂടെ യാതൊന്നും ജീവിതത്തിൽ നേടിയെടുക്കാനും പാടില്ല. നന്മയിലൂടെ എന്ത് ചെയ്യുക, നന്മയിലൂടെ നമ്മുടെ കഠിനാധ്വാനത്തിലൂടെ എന്ത് ചെയ്യുക, വിജയങ്ങൾ നേടിയെടുക്കുക. ആ വിജയങ്ങൾ ഒരിക്കലും നമ്മെ വിട്ടുപോകുന്ന വിജയങ്ങളല്ല. നന്മയിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഒന്നും ജീവിതത്തിൽ ഒരിക്കലും നമ്മെ വിട്ടുപോയില്ലെന്നാണ് കേട്ടോ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കാനും നമുക്ക് എപ്പോഴും കഴിയണം കേട്ടോ. അതുപോലെ നമുക്ക് ജീവിതത്തിൽ ദീർഘവീക്ഷണം ഉണ്ടായിരിക്കണം. നല്ല കാഴ്ചപ്പാടുകൾ ഉള്ളവരായിരിക്കണം നമ്മൾ. നല്ല കാഴ്ചപ്പാടുകളിലൂടെ ജീവിതത്തെ നോക്കിയാൽ എന്ത് ചെയ്യും, നല്ല കാഴ്ചപ്പാടുകളിലൂടെ നമ്മൾ ജീവിതത്തിലേക്ക് നോക്കിയാൽ ജീവിതം സുന്ദരമായിട്ട് തോന്നുമെന്നാണ് കേട്ടോ. ഇനി തെറ്റായ ഒരു ആംഗിളിലൂടെ നമ്മൾ ജീവിതത്തെ വീക്ഷിച്ചു കഴിഞ്ഞാൽ ജീവിതം എന്ത് ചെയ്യും, വളരെ വികൃതമായിട്ടും തോന്നും. അതുകൊണ്ട് നമ്മളെപ്പോഴും ജീവിതത്തെ സ്നേഹിക്കുക. അതുപോലെ ജീവിതത്തെ നല്ല കാഴ്ചപ്പാടുകളിലൂടെ ജീവിതത്തെ നോക്കിക്കാണുക. ഒരിക്കൽ പോലും നമ്മൾ ജീവിതത്തെ വെറുക്കാൻ പാടില്ല. കാരണം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്ക് ലഭിച്ച ഈ എത്രയോ നന്മകൾ, നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾ എത്രയോ പേരുടെ സ്വപ്നങ്ങളാണ് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ എന്ത് ചെയ്യുക, സ്നേഹിക്കുക. അതുപോലെ ജീവിതത്തിൽ എന്ത് ചെയ്യുക, എന്ത് ചെയ്യാൻ പാടില്ല, ജീവിതത്തിൽ വെറുപ്പിനോ വിദ്വേഷത്തിനോ ഒന്നും യാതൊരു സ്ഥാനവും കൊടുക്കാൻ പാടില്ല. വെറുപ്പിനോ വിദ്വേഷത്തിനോ നമ്മൾ മനസ്സിൽ സ്ഥാനം നൽകിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നാം ജീവിതത്തിൽ എന്ത് ചെയ്യും, പിന്നോട്ട് പോവുകയുള്ളൂ കേട്ടോ. വെറുപ്പും വിദ്വേഷവും നമ്മുടെ മാനസിക സന്തോഷത്തെ തകർക്കുന്ന ഒന്നാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. അതുകൊണ്ട് ആരോടും വെറുപ്പോ വിദ്വേഷമോ മനസ്സിൽ സൂക്ഷിക്കാതിരിക്കുക കേട്ടോ. എപ്പോഴും ജീവിതത്തെ എന്ത് ചെയ്യുക, വളരെ ഫ്രീ ആയിട്ട് നേരിടുക കേട്ടോ. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മനസ്സിലാക്കുക, ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഗെയിമാണ്. ജീവിതത്തിൽ വിജയിക്കാൻ നല്ല ചിന്തകൾക്കും നല്ല പ്രവൃത്തികൾക്കും മാത്രമേ കഴിയൂ എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക. നല്ല ചിന്തകൾക്കും നല്ല പ്രവൃത്തികൾക്കും നല്ല കഠിനാധ്വാനത്തിനും എന്ത് ചെയ്യാൻ കഴിയും, ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്നാണ് കേട്ടോ. അതുകൊണ്ട്
നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു, നല്ല നല്ല കൂട്ടുകെട്ടുകൾ, നല്ല പോസിറ്റീവായ വ്യക്തികളുമായിട്ട് നമ്മൾ ചങ്ങാത്തം പ്രാപിക്കുക എന്ന് പറഞ്ഞു കേട്ടോ. പോസിറ്റീവായ കൂട്ടുകെട്ടുകൾ നമ്മളെപ്പോഴും നിലനിർത്തുക കേട്ടോ. നമ്മൾ ഒരു കാര്യം ഞാൻ പറയല്ലോ, നമ്മൾ നല്ല കാര്യങ്ങളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുക, നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നല്ലത് ആര് ചെയ്താലും അത് നല്ലതാണ് എന്ന് പറയാനുള്ളൊരു തൻ്റെ ഇടം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഒരുപാട് വീഡിയോകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടി പറഞ്ഞതാണ് കേട്ടോ. നന്മ ആര് ചെയ്താലും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാകണം കേട്ടോ. അതൊരു നന്മയുടെ ഭാഗമാണ് കേട്ടോ, അതൊരു നന്മയുടെ ഭാഗമാണ്. നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ജീവിതത്തിൽ പതർച്ചകളും പരാജയങ്ങളും ഉണ്ടായാലും അവയൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ജീവിതത്തിലേക്ക് തന്നെ പോകും.